വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വർഷത്തിന്റെ അവസാന ചില ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു 2024 നിന്ന് 2025 ആ ട്രാൻസിഷൻ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ആ ട്രാൻസിഷൻ ചെയ്യാൻ പോവുകയാണ്. കർത്താവിന്റെ വലിയ പ്രസൻസ് ഇന്ന് നമ്മൾ എല്ലാവരും അനുഭവിക്കാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് അത് വിശ്വസിക്കും? ആമേൻ. നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചില സ്പോൺസേഴ്സിന് വേണ്ടി ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് ചില കീ സ്പോൺസേഴ്സ് ആദ്യമായി ഉണ്ട്. വി ഹാവ് ജോർജ് ജോൺ ആൻഡ് മെറീന ജോൺ ഫ്രം മുംബൈ. ഇന്ന് മകൻ അലൻ ജോണിന്റെ ജന്മദിനമാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അലൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവര് സ്പോൺസർ ചെയ്യാൻ കാരണം 2024 അലിന്റെ ലൈഫിൽ ദൈവം നൽകിയ സകല അനുഗ്രഹങ്ങളുടെ നന്ദി സൂചകമായിട്ടാണ്. ഇമാൻ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. നന്ദിയോടെ അവർ ഈ എപ്പിസോഡ് ഈ കുടുംബം സ്പോൺസർ ചെയ്യുമ്പോൾ അലിന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വന്ന് ചേരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും, എസ്പെഷ്യലി കരിയറിൽ ദൈവത്തിന്റെ അനുഗ്രഹം വന്ന് ചേരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ മകനെ ബ്ലെസ് ചെയ്യുന്നു. അപ്പൊ ആ മുഴു കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത സ്പോൺസർ ഉള്ളത് ആൽവിന അന്ന സനിൽ ഫ്രം കിഴക്കമ്പലം. ഇന്ന് ആൽവിനയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ആൽവിന. മേ ഗോഡ് ബ്ലെസ് യു. ആൽവിനയുടെ 10th ബോർഡ് എക്സാമിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകളുടെ ഈ 10th ബോർഡ് എക്സാമിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരിക്കട്ടെ. ഈ സീസണിൽ പഠിക്കുവാനും ബോർഡ് എക്സാംസിൽ നല്ല രീതിയിൽ മാർക്സോടെ കൂടെ പാസ്സാകുവാൻ വേണ്ടി, ഹൈ മാർക്സോടെ പാസ്സാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഫുൾ A+ ലഭിക്കുവാനുള്ള ആഗ്രഹമുണ്ടല്ലോ കർത്താവെ, അത് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സഹോദരി അനീറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീറ്റയുടെയും +1 എക്സാമിൽ ഫുൾ A+ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിൻസി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആരോഗ്യം, ദൈവത്തിന്റെ സംരക്ഷണം എല്ലാം, ഹെൽത്ത് ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താങ്ക് യു ഫാദർ. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത സ്പോൺസറുള്ള യോഹാൻ ആൻഡ് സ്നേഹ ഫ്രം മുംബൈ. December 29th അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി ടു യു ബോത്ത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്ലാൻസ് ഈ കുടുംബത്തിന്റെ ലൈഫിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ 2025 ലെറ്റ് ദം മൂവ് ഫോർവേഡ് ഫാദർ. മുൻപിലേക്ക് തന്നെ കുതിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഈ വർഷം വലിയ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂസ് ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു കോ സ്പോൺസർ ഉണ്ട്, രാജീവ് ആൻഡ് സ്മിത ഫ്രം മലപ്പുറം. ഇന്ന് രാജീവിന്റെയും സ്മിതയുടെയും 25th വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്ന് ഒത്തിരി സെലിബ്രേഷൻസ് ഉള്ള ഡേ ആണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ടു യു ബോത്ത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, ഈ ഭവനത്തിലുള്ള എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹവും ആരോഗ്യം വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ദൈവത്തിന്റെ ഫേവർ ഇവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ. ബ്ലെസ് ചെയ്യുന്നു. ഇന്നത്തെ സ്പോൺസർ ചെയ്ത എല്ലാവരും അനുഗ്രഹിക്കുന്നു. അപ്പാ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് കടക്കാം. ഇന്ന് ബ്രദർ ഡാമിന് ഒരു പവർഫുൾ വേർഡാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്, എ കോൾ ഫോർ ഹോളിനെസ്. നമ്മുടെ മെസ്സേജിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചോട്ടെ, നമുക്ക് ഈ 31st നൈറ്റിന് നമ്മുടെ ക്രോസ് ഓവർ സർവീസ് നടക്കുകയാണ്. നാളെ രാത്രിയാണ് നമ്മുടെ ക്രോസ് ഓവർ സർവീസ്. നമുക്ക് 8 മണി മുതൽ നമ്മുടെ സെലിബ്രേഷൻസ് ആരംഭിക്കുകയാണ്. പല സ്പെഷ്യൽ പ്രോഗ്രാംസും എല്ലാം നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് സെന്റേഴ്സിലും ഉണ്ടായിരിക്കും. ബട്ട് എസ്പെഷ്യലി കൊച്ചിയിൽ, നിങ്ങൾ കൊച്ചിയുടെ അടുത്തുള്ള വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും 31st എല്ലാവരും കൊച്ചിയിൽ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സർവീസ് ആയിരിക്കും. 8 മണി മുതൽ സ്പെഷ്യൽ പ്രോഗ്രാംസും പല ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും നടക്കുന്നു. ബട്ട് 10 മണിക്കായിരിക്കും നമ്മുടെ പ്രെയർ സർവീസ്, ന്യൂ ഇയർ പ്രെയർ സർവീസ് നടക്കുന്നത്. സോ അതിലേക്ക് സ്പെഷ്യലി വെൽക്കം ചെയ്യുന്നു. അപ്പോൾ തന്നെ 1 തീയതി വൈകുന്നേരം നമുക്ക് ട്രിവാൻഡ്രത്ത് നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. ന്യൂ ഇയർ ബ്ലെസ്സിംഗ് പ്രയർ എല്ലാ വർഷവും നമ്മൾ 1 തീയതി നടത്തുന്ന മീറ്റിംഗ് ആണ്. സോ അതിലേക്കും ഞങ്ങൾ കുടുംബമായി ശുശ്രൂഷിക്കുന്നു. നിങ്ങളെ സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.
വെൽക്കം ബാക്ക്. പുതിയൊരാഴ്ചയിലേക്ക്. ഈ ആഴ്ചയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഒരു വർഷം തീരുന്നു, അടുത്തൊരു വർഷം തുടങ്ങുന്നു. ഓഹ്, വാട്ട് എ വീക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു മെസ്സേജ് സീരീസ് ഉണ്ട്, ഹൗ ടു വർഷിപ്പ് ഗോഡ്. ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ വളരെ വാല്യുബിളായിട്ടുള്ള പല കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ? നോട്ട്സൊക്കെ ഒന്ന് നോക്കുക. മിസ് ചെയ്തവർ യൂട്യൂബിലോ എവിടെയെന്ന് വെച്ചാൽ ആർക്കൈവ്സിലേക്ക് ഒന്ന് കാണുക. The very purpose of our creation is to worship God. The primary purpose of our existence is to worship God. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ദൈവം സൃഷ്ടിച്ചത് തന്നെ ആരാധിക്കാൻ വേണ്ടിയാണ്. ആരാധിക്കുന്നില്ലെങ്കിൽ സൃഷ്ടിയുടെ ഉദ്ദേശം പോലും തെറ്റി. കഴിഞ്ഞ ദിവസം ഞാൻ ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞെങ്കിലും ഐ ജസ്റ്റ് വാണ്ട് ടു റിമൈൻഡ് യു, പലപ്പോഴും ബോണഗീനായിട്ടുള്ളവർ, രക്ഷിക്കപ്പെട്ടവർ, ഇങ്ങനെയുള്ള സഭകളിൽ പോകുന്നവർ പോലും അകപ്പാടെ ആരാധനയ്ക്ക് പോകുന്നത് ചിലപ്പോൾ ഒരു ഞായറാഴ്ച ആയിരിക്കും. ആ ഞായറാഴ്ച ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറായിരിക്കും ആരാധന. അതിൽ തന്നെ ആരാധന എന്ന് പറയുന്ന കുറച്ച് പാട്ടുകളാണ്. ആ പാട്ടുകൾ തന്നെ ചിലപ്പോൾ നമ്മൾ അവിടെയൊക്കെ നോക്കി നിന്നിട്ട് ഇങ്ങോട്ട് പോരും. ദാറ്റ് മീൻസ് പ്രാക്ടിക്കലി മെനി ചിൽഡ്രൻ ഓഫ് ഗോഡ് in their life, they never worship God. They attend worship service. ആരാധന കൂടാൻ പോകാറുണ്ട്, ആരാധന കാണാറുണ്ട്, മറ്റുള്ളവർ ആരാധിക്കുന്നത് നോക്കാറുണ്ട്, പക്ഷെ ഞാൻ ആരാധിക്കുന്നുണ്ടോ? ഇതാണ് സംഭവം. അപ്പോൾ എന്താണ് ആരാധനയെന്ന് നമ്മൾ കണ്ടു. ദെൻ വി സോ വാട്ട് ഈസ് വർഷിപ്പിംഗ് ഇൻ ദ സ്പിരിറ്റ്. കർത്താവ് പറഞ്ഞു ആത്മാവിലും സത്യത്തിലും. എന്താണ് ആത്മാവിലെ ആരാധന, എന്താണ് സത്യത്തിലെ ആരാധന? പ്രായോഗികമായി നമ്മൾ എങ്ങനെയാണ് വ്യക്തിപരമായ ദൈവത്തെ ആരാധിക്കേണ്ടത്? വ്യക്തിപരമായ ആരാധനയുണ്ട്, കൂട്ടമായ ആരാധനയുണ്ട്. ഇത് 2 സെറ്റിങ്ങും എങ്ങനെയാണ്? പിന്നെ ദ ഹാർട്ട് ഓഫ് വർഷിപ്പ്, ഈ എന്താണ് പറയുന്ന ആരാധിക്കാനുള്ളൊരു ഹൃദയം, അതിൻ്റെ മനോഭാവം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇന്ന് I want to talk about a call for holiness. വിശുദ്ധിക്ക് വേണ്ടിയുള്ളൊരു വലിയൊരു വിളിയും ആഹ്വാനവും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ വർഷിപ്പ് എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ അതിനെ കണക്ട് ചെയ്യേണ്ടത് ഹോളിനെസ്സിനോടാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ, അതിലേക്ക് വരാം. എന്നാൽ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. വർഷിപ്പ് ഈസ് നോട്ട് ജസ്റ്റ് സിംഗിങ് സോങ്സ്. ആരാധന എന്ന് പറയുന്നത് ചുമ്മാ പാട്ട് പാടുന്നതല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നോട്ട് പെർഫോമൻസ്. അത് ഒരു പ്രത്യേക പ്രകടനമല്ല. ഇറ്റ് ഈസ് നോട്ട് ടാലൻറ്റ് ഷോ. പാടാനുള്ള കഴിവോ ആടാനുള്ള കഴിവോ മറ്റുള്ളവർ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതല്ല ആരാധന. ഇറ്റ് ഈസ് നോട്ട് എ കോൺസേർട്ട്. സംഗീത കച്ചേരി അല്ല ആരാധന. ഇറ്റ് ഈസ് നോട്ട് സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. കുറേ പാട്ടുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പോലെ സ്പീഡ് സോങ്സ്, മീഡിയം സോങ്സ്, ദെൻ സൈലൻറ്റ് സോങ്സ് അല്ലെങ്കിൽ സ്ലോ സോങ്സ്, ഇതൊക്കെ കറക്റ്റായിട്ട് റെഡിയാക്കി വെച്ച് പ്രാക്ടീസ് ചെയ്ത് അത് അവതരിപ്പിക്കുന്നതല്ല ആരാധന. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് പ്ലേയിങ് മ്യൂസിക്. പാട്ട് വായിക്കുന്നതല്ല, ഏതെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നതല്ല ആരാധന. ഇറ്റ് ഈസ് നോട്ട് സ്മോക്ക് മെഷീൻ. സ്റ്റേജിൽ സ്മോക്ക് മെഷീൻ കൊണ്ടുവന്നു, അത് ആരാധനയാകുന്നില്ല. ഓഫ് കോഴ്സ് ഏശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ആലയത്തിൽ പുക നിറയുന്നത് പോലെ അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു, അതൊക്കെ ഉണ്ട്. പക്ഷേ സ്മോക്ക് മെഷീൻ വെച്ചുകൊണ്ട് ആരാധന ആകണമെന്നില്ല. ഇറ്റ് ഈസ് നോട്ട് കളർ ലൈറ്റ്സ്, ഇറ്റ്സ് നോട്ട് മൂവിങ് ഹെഡ്സ്, ഇറ്റ്സ് നോട്ട് വേവിങ് ഫ്ലാഗ്സ്, കൊടി വീശുന്നതോ അല്ലെങ്കിൽ കളർ ലൈറ്റുകൾ ഉള്ളതോ മൂവിങ് ഹെഡ്സ് ആയിട്ടുള്ള ലൈറ്റുകളിട്ട് കറക്കുന്നതോ അല്ല ആരാധന. ഓൾ ദിസ് ക്യാൻ ബി എ പാർട്ട് ഓഫ് വർഷിപ്പ്. ബ്ലെസ്സിംഗ് ടുഡേ ഇതെല്ലാം ഉണ്ടേ. ഇതൊക്കെ ആരാധനയുടെ ഒരു ടൂളായി നമുക്കൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ബട്ട് ഡോണ്ട് ഹാവ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതല്ല ആരാധന. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, മ്യൂസിക് മൂവ്സ് മാൻ ബട്ട് വർഷിപ്പ് മൂവ്സ് ഗോഡ്. സംഗീതത്തിന് നമ്മെ ചലിപ്പിക്കാൻ കഴിയും, എന്നാൽ യഥാർത്ഥ ആരാധനയാണ് ദൈവത്തെ സ്പർശിക്കുന്നത്. നല്ല മ്യൂസിക് കേട്ടാൽ നമ്മൾ ആടും, നമ്മുടെ അകത്തൊരു സ്റ്റെയർ ഉണ്ടാകും, നമുക്ക് ഇമോഷൻസിനെ ഫീലിങ്സിനെ അത് ടച്ച് ചെയ്യും. പക്ഷെ അതുകൊണ്ട് ദൈവം ഇംപ്രസ്ഡ് ആകണമെന്നില്ല. ഓക്കെ, റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് നമ്പർ 1 and 2.
കൂടെ ഞാൻ ഒത്തിരി വായിക്കുന്നൊരു ഭാഗമാണിത്. ബോറടിക്കരുത്, പക്ഷേ അത് നമുക്ക് ആവശ്യമാണ്. അവിടെ പറയുന്നത്, എൻ്റെ മലയാളത്തിൽ പറയുന്ന, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. പിന്നെ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. സോ ഈ ഭാഗം ഒത്തിരി പ്രാവശ്യം ഞാൻ തന്നെ വായിച്ച് നിങ്ങൾ കേട്ട് കാണും. ഓഫ് യുവർ ബോഡീസ് ആസ് എ ലിവിങ് സാക്രിഫൈസ്, നിങ്ങളുടെ ശരീരങ്ങളെ. സോ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധന എന്ന് പറയുമ്പോൾ, അന്നേ ഞാൻ പറഞ്ഞു, അതിൻ്റെ അർത്ഥം ശരീരം വേണ്ടെന്നല്ല. ദ ഹോൾ ബോഡി ഷുഡ് ഇൻവോൾവ് ഇൻ വർഷിപ്പ്. ഓക്കെ, അതൊരു ജീവനുള്ള യാഗമായി അർപ്പിക്കാൻ പറഞ്ഞു. പിന്നെ ദിസ് ഈസ് യുവർ ട്രൂ ആൻഡ് പ്രോപ്പർ വർഷിപ്പ്. പിന്നെ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് വെച്ചാൽ, ഈ ലോകത്തിലെ മാലിന്യങ്ങൾ, ഈ ലോകത്തിൻ്റെ രീതികളിലും ജീവിച്ചുകൊണ്ട് ഒരാരാധന, ബുദ്ധിയുള്ള ആരാധന ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭാഗങ്ങൾ, ഒന്ന് ബുദ്ധിയുള്ള ആരാധന, രണ്ട് ജീവനും വിശുദ്ധിയും. ഇതൊക്കെ കീ വേർഡ്സാണ് ഇവിടെ. സോ ലിവിങ് സാക്രിഫൈസ്, ഈ പഴയ നിയമത്തിലെ ആരാധനകളിലെല്ലാം യാഗമൃഗത്തെ കൊല്ലുവാണ്. അപ്പോൾ അതോടെ ചത്തു, പിന്നെ ജീവൻ തീർന്നു, ജീവനില്ല. എന്നാൽ ഇവിടെ പറയുന്നത് ജീവനുള്ള ആരാധന അർപ്പിക്കാൻ. ന്യൂ ടെസ്റ്റമെന്റ് സാക്രിഫൈസസ് ഹാവ് എ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം എന്നതിനപ്പുറത്ത് ജീവനോടെ ദൈവത്തെ ആരാധിക്കുക. ഒരു വശമുണ്ട് നമ്മുടെ സ്വയം മരിക്കണമെന്നും നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവൻ കൂടെ, അതൊരു വശമാണ്. പക്ഷേ പൗലോസ് ഇവിടെ പറയുന്ന മറ്റൊരു വശം, ദി അതർ സൈഡ് ഓഫ് ദ കോയിൻ എന്ന് പറയുന്നത്, വി ഷുഡ് ഹാവ് എ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ടു വർഷിപ്പ് ഹിം. Because Christ died and now we don't need to die. We live for him. We have a new life in him. അപ്പോൾ it is offering one's whole life to God. നമ്മുടെ മുഴുവൻ ജീവനും ദൈവത്തിന് കൊടുക്കുക, ജീവനോടെ ദൈവത്തെ ആരാധിക്കുക. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ജീവനോടെ ഇരിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. There should be life in it. അതിൻ്റെ അർത്ഥം, ഇറ്റ് മീൻസ് ടു ലിവ് എവറി മിനിറ്റ് ഓഫ് എവറി ഡേ ആസ് എൻ ഓഫറിങ് ആൻഡ് സർവീസ് ടു ദ ലോർഡ്. അപ്പോൾ ഈ ആരാധന എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊരു ആരാധന വർഷിപ്പ് സർവീസിലേക്ക്, ഒരു മീറ്റിങ്ങിലേക്ക്, ഒരു ബിൽഡിങ്ങിലേക്ക് ഒതുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പൗലോസ് പറയുന്നത്, വർഷിപ്പ് ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ എ ബിൽഡിംഗ്, വർഷിപ്പ് ഈസ് ഹാപ്പനിങ് in your hearts, in your souls, in your life, with your life, every moment of your life. Oh wow. ഈ ഒരു റെവലേഷൻ നമ്മളൊന്ന് ഇന്ന് ക്യാച്ച് ചെയ്യാമെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വർഷിപ്പ് ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ എ ബിൽഡിംഗ്, ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ഹാർട്ട്, ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ മൈ സോൾ. ആരാധന നടക്കുന്നത് കെട്ടിടത്തിലാണ്, അല്ലെങ്കിൽ ആരാധന നടക്കേണ്ടത് ഒരു കെട്ടിടത്തിലല്ല, എൻ്റെ ഹൃദയത്തിലാണ്, എൻ്റെ പ്രാണനിലാണ്, എൻ്റെ ജീവനിലാണ്. ഓരോ നിമിഷവും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവനുള്ള യാഗം. മറ്റേത് ഒരു കാളയെ കൊന്നു, ഒരു പ്രാവിനെ കൊന്നു, ഒരു ആട്ടുകൊറ്റനെ കൊന്നു, ഒരു ചെമ്മരിയാടിനെ കൊന്നു, അതും അവിടെ ചത്ത് കിടക്കുകയാണ്. പിന്നെ അതിന് ജീവനില്ല, അത് സ്തുതിക്കുന്നില്ല, അതൊന്നും ചെയ്യുന്നില്ല. നമ്മളങ്ങനെയല്ല. ജീവനോടെ ജീവിച്ചിരിക്കുമ്പോൾ, മരിച്ചു കഴിഞ്ഞ് മൗനതയിൽ ഇറങ്ങുമ്പോഴല്ല, ജീവനോടെ ഇരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത്. ദാറ്റ് ഈസ് എ വെരി പർപ്പസ് ഓഫ് മൈ ലൈഫ് ആൻഡ് മൈ എക്സിസ്റ്റൻസ് ഓൺ ദിസ് പ്ലാനറ്റ്. നൗ ഹീബ്രൂസ് ചാപ്റ്റർ 13 ആൻഡ് വേഴ്സ് നമ്പർ 15, എബ്രായ ലേഖനം 13:15 പറയുന്നു, ത്രൂ ജീസസ് therefore let's continually offer to God a sacrifice of praise, the fruit of lips that openly profess his name. ഇത് ഞാൻ പല പ്രാവശ്യം സ്പർശിച്ച ഒരു ഭാഗമാണ്. ഞാനൊന്നെടുത്തോട്ടെ. എബ്രായ ലേഖനം 13:15. 13:15 അത് മലയാളം ഞാനൊന്നെടുത്തോട്ടെ. അതുകൊണ്ട് അവൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന
അധരഫലം എന്ന സ്തോത്രയാഗം, അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. കണ്ടിന്യൂലി ഓഫർ. അപ്പോൾ ഇത് സൺഡേ ആണോ, ഇത് ഫ്രൈഡേ ആണോ, ഇത് മിഡ് വീക്ക് സർവീസ് ആണോ, അല്ലെങ്കിൽ സൂമിലെ ആരാധനയാണോ? നോ, കണ്ടിന്യൂവലി. വാവ്, കണ്ടിന്യൂവലി. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഹൃദയത്തിൽ നിന്ന് താങ്ക് യു ജീസസ്, താങ്ക് യു ഫോർ ലവിങ് മീ, താങ്ക് യു ഫോർ റെഡീമിങ് മീ. മാർക്കറ്റിൽ നിൽക്കുക, അപ്പോഴും പറയും കർത്താവേ, നീ എനിക്ക് ജീവൻ തന്നല്ലോ, നീ എന്നെ സൃഷ്ടിച്ചല്ലോ, നീ എന്നെ സ്നേഹിച്ചല്ലോ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചല്ലോ. That kind of an attitude. So it is spontaneous. It is happening always, continually, at any circumstance. മിഡ്നൈറ്റിൽ എഴുന്നേറ്റ് ഒന്ന് യൂറിൻ പാസ് ചെയ്യാം, ഒന്ന് വാഷ്റൂമിൽ പോകണം. അപ്പോൾ ഒന്ന് വഴിക്കൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ കുഴപ്പം? ഞായറാഴ്ച ഞാൻ കാത്തിരിക്കണോ? ഞായറാഴ്ച ആകുമ്പോഴേക്ക് കൊയറ് വരാൻ കാത്തിരിക്കും? നോ, ഇറ്റ്സ് എവറി ഡേ ഹാപ്പനിങ്. ഇത് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാം, വലിയവർക്ക് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, മരണക്കിടക്ക് കിടന്നുകൊണ്ട് പോലും ചെയ്യാം. That kind of a worship. അവിടെ പറഞ്ഞ അധരഫലം എന്ന സ്തോത്രയാഗം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ദിസ് ഈസ് ദ ഓൾട്ടർ. പുതിയ നിയമത്തിലെ യാഗപീഠം എവിടെയാണ്? സ്റ്റേജിൽ അല്ലെങ്കിൽ സ്റ്റേജിൻ്റെ മുമ്പിൽ വെക്കുന്നൊരു മേശയാണോ? നോ. സ്റ്റേജിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന പുൾപിറ്റാണോ? നോ. ലിപ്സ്. അധരഫലം എന്ന സ്തോത്രയാഗം. ഇവിടെ നിന്നാണ് സ്തോത്രയാഗം, സാക്രിഫൈസ് ഓഫ് പ്രൈസ് പുറത്തേക്ക് വരേണ്ടത്. 1 Peter chapter 2 verse number 5. 1 പത്രോസ് 2:5 അതിൽ പറഞ്ഞു, യു ഓൾസോ ലൈക്ക് ലിവിങ് സ്റ്റോൺസ് ആർ ബീങ് ബിൽറ്റ് ഇൻ എ സ്പിരിച്വൽ ഹൗസ് ടു ബി എ ഹോളി പ്രീസ്റ്റ്ഹുഡ്, ഓഫറിംഗ് സ്പിരിച്വൽ സാക്രിഫൈസസ് ആക്സെപ്റ്റബിൾ ടു ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. മലയാളം കൂടി വായിക്കാം. 1 പത്രോസ് 2:5 ആൻഡ് വേഴ്സ് നമ്പർ 5 അതിൽ പറയുന്നത്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെടുന്നു. വാവ്, അതൊരു ഭയങ്കര സംഭവമല്ലേ? ഓഫറിംഗ് സ്പിരിച്വൽ സാക്രിഫൈസസ് ആക്സെപ്റ്റബിൾ ടു ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. എന്തും ക്രിസ്തു മുഖാന്തരമേ പോകും. യേശു കർത്താവ് പറഞ്ഞ്, ഞാൻ വഴിയും സത്യം ജീവനുമാകുന്നു. പ്രാർത്ഥനയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥി. ആരാധിക്കുമ്പോഴോ ഈ ആരാധന പോലും യേശു എന്ന വഴിയിലൂടെ മാത്രമേ മുകളിലേക്ക് കയറിപ്പോ, യേശു എന്ന ഗോവണിയിലൂടെ മാത്രമേ ഇത് മുകളിലേക്ക് കയറിപ്പോകൂ. എന്തും അവനിൽ നിന്നും അവനാലും അവനിലേക്കും ആകുന്നു. അപ്പോൾ അവിടെ ഓഫറിംഗ് സ്പിരിച്വൽ സാക്രിഫൈസസ് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ അർപ്പിക്കേണ്ട സ്തോത്രയാഗമാണെന്നും ആത്മീയ യാഗമാണെന്നും നമ്മൾ കണ്ടു. അത് എങ്ങനെയാണ് വരേണ്ടത്? നമ്മുടെ അധരത്തിൽ നിന്നാണ് പുറത്തേക്ക് വരേണ്ടത്. അധരമാണ് യാഗപീഠം. എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ട്? ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അതൊന്ന് ടൈപ്പ് ചെയ്തിടാമ. എൻ്റെ അധരങ്ങളാണ് ഇന്നത്തെ യാഗപീഠം. ഒന്ന് എഴുതിയേ, എൻ്റെ അധരങ്ങളാണ് ഇന്നത്തെ യാഗപീഠം. അപ്പോൾ അതിലൂടെ ഇടവിടാതെ സ്തോത്രം ചെയ്യുവിൻ. മീൻ മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്തോത്രം ചെയ്യാമല്ലോ. കഞ്ഞി വിളമ്പുമ്പോൾ സ്തോത്രം ചെയ്യാമല്ലോ. ക്ലോത്ത്സ് വാഷ് ചെയ്യുമ്പോൾ ചെയ്യാമല്ലോ. വീട് മോപ്പ് ചെയ്യുമ്പോൾ ചെയ്യാമല്ലോ. മാറാല തൂക്കുമ്പോൾ ചെയ്യാമല്ലോ. ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാമല്ലോ. എനി ടൈം. ഒത്തിരി ഒച്ചയൊന്നും ഉണ്ടാക്കി ഭക്തയാണെന്ന് ആളുകളൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻറ്റേർണലി യു ക്യാൻ ഡു ഇറ്റ്. ഒരു ഇൻറ്റേർണൽ വർഷിപ്പ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ, നോ പ്രോബ്ലം. അപ്പോൾ ചില സമയത്ത് നമ്മളിങ്ങനെ ചിന്തിച്ചും ധ്യാനിച്ചും കർത്താവിൻ്റെ കൊലോസ്യ ലേഖനം 3-ാം ആദ്യത്തെ വചനം പറയുന്നതനുസരിച്ച് ക്രിസ്തു ഉയർത്തെന്നിട്ട് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴെയുള്ള ചിന്തകൾ കുറേ വിട്ടിട്ട്, എപ്പോഴും ഈ താഴെയുള്ള ചിന്തകളാണ് നമ്മളെ കിടത്തിക്കളയുന്നത്. താഴെയുള്ള കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ അത് പുൾ ചെയ്ത് ഗുരുത്വാകർഷണം എന്ന് പറയുന്ന പോലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ നമ്മൾ വലിച്ച് താഴെ ഇറക്കി കിടത്തും. ചൂരച്ചെടിയുടെ കീഴിൽ ഏലിയാവ് കിടന്ന പോലെ, ഒരു നായ് ചുരുണ്ട് കിടക്കുന്ന പോലെ നമ്മൾ ഡിപ്രഷൻ അടിച്ച് കിടക്കും. എന്നാൽ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മളങ്ങ് എലിവേറ്റഡ് ആകും. നമ്മളങ്ങ് ഉയരങ്ങളിലേക്ക് ഉയർത്തപ്പെടും. ഇതാണ് വ്യത്യാസം. ഇനി ജെയിംസ് ചാപ്റ്റർ 4 verses 8, 9 and 10. യാക്കോബിൻ്റെ ലേഖനം 4, 8, 9, 10. Come near to God and
He will come near to you. Wash your hands, you sinners, and purify your hearts, you double-minded. Grieve, mourn, and wail. Change your laughter into mourning and your joy to gloom. Humble yourselves, therefore, before the Lord. Humble yourself before the Lord, and He will lift you up. അത് നമുക്കൊന്ന് വായിച്ചു കളയാം മലയാളത്തിൽ കൂടെ. യാക്കോബ് 4:8. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ. ആരാധിക്കുമ്പോൾ we have to pull ourselves near to God. In other words, worshipping is drawing us nearer and nearer and nearer to God. ഇപ്പോൾ സാധാരണ നിയറർ മൈ ഗോഡ് ടു ദീ എന്നുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ട് പലപ്പോഴും മരിച്ച വീട്ടിലാണ് പാടുന്നത്. ഞാൻ നോക്കിയപ്പോൾ മരിച്ച വീട്ടിൽ പാടാൻ വേണ്ടി എഴുതിയ പാട്ടേ അല്ല. ഇറ്റ്സ് എ വെരി ഹോപ്പ്ഫുൾ സോങ്. പ്രത്യാശയുടെ ഒരു പാട്ടാണ് നിയറർ മൈ ഗോഡ് ടു ദീ. അതൊരിക്കലും നമ്മളൊക്കെ ചിന്ത നമ്മൾ മരിച്ചു കഴിയുമ്പോഴാണ് ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന. നോ, ഇവിടെ വെച്ച് തന്നെ നമുക്ക് എവറി മൊമെൻ്റ് ഓർ എവറി ഡേ വി ക്യാൻ ഗോ നിയറർ ആൻഡ് നിയറർ ടു ഹിം. അപ്പോൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. സോ ഫസ്റ്റ് ഇനീഷ്യേഷൻ വേണ്ട നമ്മളിൽ നിന്നാണ്. ദൈവം നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോ, we have to take ourselves, drag ourselves or draw ourselves to God. ഒരു ട്രാൻസ്ലേഷൻ draw nearer to God എന്നാണ്. draw near to God, come near to God, draw near to God. നമ്മളെ തന്നെ വലിച്ചുകൊണ്ട് ചെല്ലുക. that means there should be a deliberate effort, അല്ലേ? മനഃപൂർവ്വമായി നമ്മളങ്ങ് ശ്രമിക്കണം, വലിച്ചു കൊണ്ടുപോകണം ദൈവത്തിൻ്റെ അടുക്കിലേക്ക്. എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. സോ നാം ആ ഇനീഷ്യേഷൻ എടുക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് അടുത്ത് വരുന്നത്. അടുത്തത് ഇത്തിരി സ്ട്രോങ് ആണേ. ഇത് യാക്കോബാണേ, യേശുവിനോടൊപ്പം കളിച്ചു വളർന്ന യാക്കോബാണ് ഇത് സംസാരിക്കുന്നത്. തൻ്റെ അർദ്ധ സഹോദരൻ, തൻ്റെ ഹാഫ് ബ്രദർ, പാതി സഹോദരനാണ് യാക്കോബ് എന്ന അപ്പസ്തോലൻ. യേശു ജീവിച്ചിരുന്ന കാലത്ത് ആ വീട്ടിലായിരുന്ന സമയത്ത് യേശുവിനെ കൈക്കൊണ്ടില്ലെങ്കിലും യേശുവിൻ്റെ മരണ ശേഷം ഒരുപക്ഷെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമായിരിക്കും ഇവരെല്ലാം ഭയങ്കരമായി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. കൂടപ്പിറപ്പായി നടന്നത് ദൈവമായിരുന്നു എന്ന് ബോധം വന്നത് യേശു എല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞ ശേഷമാണ്. അത് അന്നെങ്ങാലും തിരിച്ചറിഞ്ഞെങ്കിൽ ഈ കുടുംബത്തിലെ സഹോദരങ്ങളും എല്ലാം എന്ന് പറഞ്ഞാൽ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം കാലിൽ വീണേനെ. അവനതുപോലെ അവനെ വർഷിപ്പ് ചെയ്തേനെ. പക്ഷെ അതൊക്കെ മിസ്സായി. ഏതായാലും മരണശേഷം മിക്കവാറും എല്ലാവരും തന്നെ മിനിസ്ട്രിയിൽ വന്നു എന്നാണ് അറിയപ്പെടുന്നത്. തൻ്റെ യേശുവിൻ്റെ ഹാഫ് സിസ്റ്റേഴ്സൊക്കെ ശുശ്രൂഷകരെ വിവാഹം ചെയ്തു എന്നാണ് ചരിത്രത്തിൽ മനസ്സിലാകുന്നത്. അതുപോലെ തൻ്റെ ബ്രദേഴ്സിൽ 2 പേരെങ്കിലും വളരെ ശക്തരായ ശുശ്രൂഷകരായി മാറി. അതിൻ്റെ കുടുംബം മുഴുവൻ എല്ലാവരും തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ശുശ്രൂഷ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ തൊട്ടു പുറകെ പറയുക, പാപികളെ കൈകളെ വെടിപ്പാക്കുവൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. എന്നിട്ട് പറയാം, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. ഇവിടെ പറയുന്നത് ഹാർട്ട് റെൻഡിങ് റിപ്പൻറ്റൻസ്, ഹൃദയം കീറുന്നൊരു അനുതാപം ഉണ്ടാകട്ടെ, നിങ്ങളിൽ അതുണ്ടാകട്ടെ എന്നാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ സൂചിപ്പിച്ചൊരു കാര്യമാണ്, വർഷിപ്പ് ഈസ് റിലേറ്റഡ് ടു ഹോളിനെസ്. ഇവിടെ എല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ദൈവം വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ, നാം വിശുദ്ധരാകേണ്ടത് ആവശ്യമാണ്. എ ഹോളി ഗാഡ് ഷുഡ് ബി വർഷിപ്ഡ് ഇൻ ഹോളിനെസ്. കൈകൾ കഴുകിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം കൈകൾ വിശുദ്ധിയുള്ളതായിരിക്കണം. ഹാർട്ട് ശുദ്ധീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം 3 കാര്യങ്ങൾ: ഹെഡ്, ഹാർട്ട്, ഹാൻഡ്. ഇത് 3ഉം വിശുദ്ധിയോടുകൂടി വേണം ദൈവത്തെ ആരാധിപ്പാൻ വരാൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുവൻ എന്ന് വെച്ചൊരു ഹോളി ഗാർമെൻറ്റ്, അതോടുകൂടിയാണ് ദൈവസന്നിധിയിലേക്ക് നാം ചെല്ലേണ്ടത്. അടുത്തത് കേട്ടോളൂ. ദിസ് ഈസ് അമേസിങ്. സാം 24:3-4 അവിടെ പറയുന്നത്, ഹൂ മേ അസെൻഡ് ടു ദ മൗണ്ടൻ ഓഫ് ദ ലോർഡ്.
ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും? ഹൂ മേ സ്റ്റാൻഡ് ഇൻ ഹിസ് ഹോളി പ്ലേസ്? അവൻ്റെ വിശുദ്ധ ഗിരിയിൽ, വിശുദ്ധ പർവ്വതത്തിൽ, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ദ വൺ ഹു ഹാസ് ക്ലീൻ ഹാൻഡ്സ് ആൻഡ് എ പ്യുവർ ഹാർട്ട്. വീണ്ടും പറയുന്നുണ്ടോ? വിശുദ്ധിയുള്ള കൈകളും ഹൃദയങ്ങളും ഉള്ളവർ. ഹു ഡസ് നോട്ട് ട്രസ്റ്റ് ഇൻ an idol or swear by a false god. ഭയങ്കരമാണ്. ജോഷുവ ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 5, യോശുവയുടെ പുസ്തകം 3:5 പറഞ്ഞ ജോഷുവ told the people, consecrate yourselves for tomorrow the Lord will do amazing things among you. ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഇതിലെല്ലാം പറയുന്ന ഒറ്റ കാര്യമാണ്, be holy. Worship means holiness. Worship is connected to holiness. The one who worshipped is holy, triple holy, 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 holy. And the worshippers should also be holy. They cannot be unholy. An unholy worship, he cannot accept. So it should be acceptable worship, acceptable sacrifice. അവന് പ്രസാദകരമായ, അവൻ സ്വീകരിക്കുന്ന ഒരാരാധന അവൻ്റെ മുമ്പിൽ, യാഗം അവൻ്റെ മുമ്പിൽ അർപ്പിക്കണമെങ്കിൽ നമുക്ക് ആ വിശുദ്ധി ഉണ്ടായിരിക്കണം. Wow, I'm a little emotional. These verses touch my heart. Let's pray. കൈനീട്ടാം. കർത്താവേ, ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വലിയ വെളിപാട് എല്ലാവരുടെ അകത്തുണ്ടാകട്ടെ. അതോടൊപ്പം ഞങ്ങൾ ഈ ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അപൂർവ രോഗങ്ങൾ 10,000-ൽ ഒരാൾക്ക്, ലക്ഷങ്ങളിൽ ഒരാൾക്കൊക്കെ വരുന്ന രീതിയിൽ അപൂർവ രോഗങ്ങൾ, ഫോർ വിച്ച് ദർ ഇസ് നോ റെമഡി മേ ബി, യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ സ്പർശനത്താൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം. കൈകൾ നീട്ടുക, ഇപ്പോൾ സ്വീകരിക്കുക. ആസ്മ രോഗം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാറ്ററാക്റ്റ് ഉള്ള ചിലരെ കർത്താവ് സ്പർശിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. ഷോൾഡർ പെയിൻ ഇപ്പോൾ വിട്ടുപോകട്ടെ. ഹെർണിയ സൗഖ്യമാകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. എല്ലാ ആഴ്ചയിലും ഡയാലിസിസ് നടക്കുന്ന വ്യക്തികൾ, അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകട്ടെ. കർത്താവേ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി. ജനങ്ങളെ സ്പർശിച്ചതിനായി നന്ദി. സാക്ഷ്യങ്ങൾ പുറത്തു വരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. I sense a great presence of God. God bless you. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. സ്റ്റേറ്റസിൽ ഇടുക. ഇതിൻ്റെ നോട്ട്സ് കുറിച്ചവർ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ.